നമസ്കാരം ഡോക്ടർ. ഇതൊരു സ്ത്രീയുടെ ചോദ്യമാണ്. അവർ വിവാഹം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അവർക്ക് പക്ഷേ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അവർക്ക് ഇൻ്റർകോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇനി ചെയ്താൽ തന്നെ അവർക്കത് പൂർണ്ണ തൃപ്തിയോടുകൂടി അത് മുഴുമിപ്പിക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ അവർക്കറിയേണ്ടത്, അവർ നമ്മുടെ ചില വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുന്നതായി ഇവർക്ക് മനസ്സിലാക്കി. ഇവരുടെ ഈ പറയുന്ന കണ്ടീഷൻ ഒരു അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആണോ എന്നാണ് ഇവർക്കറിയേണ്ടത്. എന്താണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക? അവർ പറഞ്ഞതിൽ നിന്നും അവരെ ബന്ധപ്പെടുന്നതിൻ്റെ ഫ്രീക്വൻസി കുറവാണ് ഒന്ന്. രണ്ട്, ബന്ധപ്പെട്ടാലും വേണ്ട തൃപ്തി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ അത് അൺകൺസ്യൂമേറ്റഡ് മാരേജ് അല്ല, അല്ലാതിരിക്കാനാണ് സാധ്യത. കാരണം അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറഞ്ഞാൽ മാരേജിന് ശേഷം ഒരിക്കൽ പോലും ഒരു പെനട്രേറ്റീവ് സെക്സ് സാധിക്കാത്ത അവസ്ഥയാണ് അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ടു പേർക്കും ബന്ധത്തിൽ തൃപ്തി ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നവരുടെ അജ്ഞത ഒരു കാരണമാവാം. രണ്ട്, പെൺകുട്ടിക്ക് വേദനയുണ്ട്. പല കേസുകളിലും ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവാറുണ്ട്. വേദന ഉള്ളപ്പോൾ ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവില്ല. വേദന പല കാരണങ്ങളും ഉണ്ടാവാം. എന്തെങ്കിലും വെജൈനൽ കാൻഡിഡിയാസ് പോലെ അല്ലെങ്കിൽ വെജൈനൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാവാം. ഇനിയും ടൈറ്റ്നസ് കൊണ്ടാവാം, ഭയം കൊണ്ടുള്ള ബലം പിടുത്തമാവാം. അങ്ങനെ മൾട്ടിപ്പിൾ കോസ് കൊണ്ട് പെയിൻ ഉണ്ടാകാം. അതൊരു ശാരീരിക പരിശോധന നടത്തി ഈ പെയിൻ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നും അത് മാറ്റിയെടുക്കേണ്ടതാണ്. പെയിൻ ഒരു മുഖ്യ കാരണം തന്നെയാണ്. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിബന്ധം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ മാനസികമായ ഇഷ്ടവും അടുപ്പവും ഉള്ള സമയത്താണ് സെക്സ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഓരോ വ്യക്തികളുടെയും ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ മറ്റേ ആൾക്ക്, പങ്കാളിക്ക് മാക്സിമം പ്ലഷർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാവണം. ആ ലെവലിൽ രണ്ടുപേരും പരസ്പരം ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇരുവർക്കും അതിൽ തൃപ്തി കിട്ടുക. പിന്നെ പലരുടെയും അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചില വ്യക്തികളുടെ ഫോർപ്ലേ എന്നൊക്കെ പറയുന്നത് 1-2 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ലേഡീസ് ഒന്നും അറൗസ്ഡ് ആവാറില്ല. ചിലപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ പറയുന്നത്, ഇത് കൂടുതൽ നേരം നിന്നാൽ എനിക്ക് ശുക്ല വിസർജനം സംഭവിക്കും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറക്ഷൻ ആയാൽ ഉടനെ ബന്ധം നടത്തുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ വേണ്ടത്ര സെക്ഷൽ എറൗസൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷനൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഒരു തൃപ്തികരമായ സെക്സ് നടക്കണമെങ്കിൽ 1-2 വ്യക്തികളും തമ്മിൽ വളരെയധികം മാനസികമായ അടുപ്പം ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അവരുടെ ആ ബന്ധപ്പെടുന്ന സാഹചര്യം വളരെ അതിന് അനുയോജ്യമായിരിക്കണം. ചിലപ്പോൾ 5-6 വയസ്സുള്ളൊരു കുട്ടിയെ ബെഡിൽ കിടത്തിയിട്ട് ആ ബെഡിൽ കിടന്നിട്ടായിരിക്കും ബന്ധപ്പെടുന്നത്. ചിലപ്പോൾ അവർക്ക് ആകെ ഒരു ബെഡ്റൂമേ ഉണ്ടാവുള്ളൂ. ഇനി ഒന്നിലധികം ബെഡ്റൂം ഉണ്ടെങ്കിൽ തന്നെ അടുത്ത റൂമിൽ അച്ഛനും അമ്മയും കാണും, മറ്റൊരു റൂമിൽ വേറെ ആരെങ്കിലും കാണും. അപ്പോൾ ഈ 1-2 കുട്ടികളെ ബെഡിൽ കിടത്തിക്കൊണ്ട് അവർ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് ബന്ധം നടത്തുമ്പോൾ അവിടെ ഈ കുട്ടികൾ ഉണരുവോ, ഉണർന്നാൽ ഇത് കണ്ടുപിടിക്കില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠ മനസ്സിലിരിക്കുമ്പോൾ ഒരിക്കലും അത് തൃപ്തികരമാവില്ല. അപ്പോൾ ശരിക്കും അതിനുള്ള പ്രൈവസി, അതിനുള്ള സാഹചര്യം, ഇതെല്ലാം ഒത്തിണങ്ങണം. അവർ തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് ഫോർപ്ലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുക. ഇനി പരസ്പരമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഇണകൾ മനസ്സിലാക്കി, തൻ്റെ ഇണയ്ക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത് മനസ്സിലാക്കി അതേ രൂപത്തിൽ അവരോട് പെരുമാറാനും അവർക്ക് മാക്സിമം തൃപ്തി ഉണ്ടാക്കി കൊടുക്കുവാനും ഇരുവരും ശ്രമിക്കുമ്പോഴാണ് ആ ലൈംഗിക ബന്ധം ഏറ്റവും അധികം തൃപ്തികരമായി മാറുന്നത്. ഇത്തരത്തിൽ ധാരാളം സംശയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുകളിലോ എല്ലാം ചോദിക്കാവുന്നതാണ്. ഡോക്ടറോട് ചോദിച്ച് അതിന് വിശദമായ മറുപടി നൽകുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.